ഇന്നത്തെ വീഡിയോ 2 ദിവസത്തെയാണ് കേട്ടോ. കുറച്ച് മോളെ കാര്യങ്ങളും പിന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഫസ്റ്റ് തന്നെ നല്ലൊരു അടിപൊളി ചെമ്മീൻ കറിയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. മോളിൽ ടൈൽസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. രാവിലത്തെ ചായ ഉണ്ട്, ഉച്ചക്കത്തെ ചോറും ഉണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് കറി വെച്ചിട്ട് ഞാൻ പിന്നെ മേലെ പോയി നോക്കിയതാണ് എന്തായിക്കുന്നുള്ളത്. പഴയ ടൈല് തീരെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചതും കുറച്ച് പുതിയതും ഒക്കെ ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വലിപ്പ വ്യത്യാസം വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് മാറ്റിയിട്ട് ഫുള്ളും പുതിയ തന്നെ ആക്കിയിട്ടുണ്ട്. ഇന്ന് ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കായും ചെമ്മീനും എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു നല്ലോണം വെന്തതിൻ്റെ ശേഷം പിന്നെ മാങ്ങയും പച്ചമുളകും ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം പുളി ഉണ്ട് കേട്ടോ, ഒരുപാട് പുളിയല്ല. എന്നാലും പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മളെ പിഴിപ്പുളിയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. പിന്നെ അതാ ചാമ്പക്കമ്മൽ ചാമ്പക്ക ഉണ്ടായതുകൊണ്ട് കുട്ടികളെല്ലാവരും ഇപ്പോൾ അതിൻ്റെ ചോട്ടിലാട്ടോ അധികം ഉണ്ടാവുക. അപ്പോൾ ഇത് ഇഷുമോനും ബേബിയാണ്. പിന്നെ അവർ ഇവിടെ ഉള്ളതിനെ കൊണ്ട് ഫ്രണ്ട്സുകളും ഇവിടെ അധികം ഉണ്ടാവലുണ്ട്. ചക്കക്കുരൊക്കെ ഏകദേശം വെന്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ മാങ്ങയൊക്കെ ഇട്ടത്. അപ്പോൾ അതാ നല്ലോണം ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ അതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ മാങ്ങ. നല്ല ആ മാങ്ങ നല്ലോണം വെന്ത് ഉടയണം, എന്നാലേ ഉള്ളൂ. ഉടയാനുള്ള രീതിയിലായിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്തായാലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. മാങ്ങയും ചക്കക്കുരുവിനൊക്കെ സീസണല്ലേ ഇപ്പം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചെമ്മീനും മുരിങ്ങക്കായും കൂടി ഒരുമിച്ചാണ് എടുത്ത് തലോട് കൂടി തന്നെ ചെമ്മീൻ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ പുറത്തത്തെ ആ നാര് ഒഴിവാക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒന്നും അത് തീരെ പറ്റില്ല, വയറുവേദന എടുക്കുമെന്നാണ് പറയുക. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഈ തല മസ്റ്റാണ് കേട്ടോ ചേർക്കൽ. ചെമ്മീൻ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ആ തലയും കൂടി ചേർക്കണം. പിന്നെ അതാ മുരിങ്ങക്കായും ചെമ്മീനും പിന്നെ ഒരുപാട് വേവില്ലാത്തതാണ്. ആ മുരിങ്ങക്കായൻ്റെ വേവ് തന്നെ ഉള്ളൂ കേട്ടോ ചെമ്മീനും. ഇനി ഇതിലേക്ക് ഒരു വലിയ മുറി തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 അല്ലി ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറിക്ക് തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ചുവന്നുള്ളിയും കൂടി ചേർത്താൽ. പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫാക്കുകയാണ്. ശരിക്ക് വറവിടണം എന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി വറവിട്ടെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പണിക്കാർക്കുള്ള ചോറൊക്കെ ടേബിളിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ കാണിക്കേണ്ട ഡേറ്റാണ്, 7-ാം മാസത്തെ കാണിക്കലാണ്. അപ്പോൾ ഇന്ന് സ്കാനിങ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ രാത്രിയിൽ തീരെ ഒക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട്, കഫക്കെട്ട് വലുതായിട്ടില്ല, ചുമയാണ്, ഭയങ്കര അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ അതും കാണിക്കണം, സ്കാനിങ് ഉണ്ടെങ്കിൽ അതും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് TT അടിക്കാനൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ അടിച്ച് പിന്നെ അതേപോലെ ഗ്ലൂക്കോസ് കഴിച്ചിട്ടുള്ള ടെസ്റ്റ്, ഫാസ്റ്റിങ്ങിൻ്റെ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും എല്ലാം കൂടി കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ അതേപോലെ TT അടിക്കാനുണ്ടെങ്കിൽ അതും അടിച്ച് അങ്ങനെ എല്ലാം കൂടി അങ്ങനെയാണ് കേട്ടോ. അതെല്ലാം ആ റിസൾട്ടുമായിട്ട് പോകുമ്പോൾ നമുക്ക് ഒറ്റ ഇത് തന്നെ പോയി കാണിക്കാമല്ലോ. ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇക്കാക്ക ഉണ്ട് കഴിക്കാനുണ്ടോ. അപ്പോൾ ഇക്കാക്ക കഴിക്കണില്ല, പോയി വന്നിട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ടൈല് മേലെ എത്തിച്ച് കൊടുക്കുകയാണ്. ഓൽക്കൊന്ന് ഹെൽപ്പും കൂടി ആക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ 3:30 മണിക്ക് ഞങ്ങൾ അവിടെ എത്തണം ശരിക്ക്. അതാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 2-2:30 ഇറങ്ങുന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന് ഇക്രയിലേക്ക്. എന്നാലും ഒരു ഇത്തിരി നേരത്തെ എത്തുകയാണെങ്കിലോ വിചാരിച്ചിട്ടാണ് വേഗം ഇറങ്ങണത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്കാനിങ് എടുത്തിട്ടുണ്ട്. എന്തോ ഒരു സീരിയസ് സ്കാനിങ് ആണ്. അപ്പോൾ ആ സമയത്ത് കൺട്രാക്ഷൻ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഷോപ്പിലൊക്കെ പോവലുണ്ട്. ഇനി ഇപ്പോൾ വീട്ടിൽ ജോലിയൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ 2 മാസം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാണിക്കാൻ പോകലാണ്. അപ്പോൾ എന്താണെന്നുള്ള അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ 7-ാം മാസത്തിലൊരു സ്കാനിങ് എടുത്ത് നോക്കട്ടെ, അപ്പോൾ അത് റെഡി ആയിക്കണോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ഡോക്ടർ ഇല്ലേനി കേട്ടോ. ഡോക്ടർ ഞങ്ങൾ എത്തിയ പാടെ തന്നെ ലേബർ റൂമിലേക്ക് പോയി. പിന്നെ കുറേ സമയം ഞങ്ങളവിടെ നിന്ന് കേട്ടോ. പിന്നെ അതാ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ്. അപ്പോൾ അതാ കൊന്ന, ഇനിയിപ്പോൾ വിഷു ആയല്ലോ, അപ്പോൾ അതിനോട് നല്ലോണം കൊന്ന പൂത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. നേരത്തെ പൂത്തിക്കണ്. ഇപ്പോൾ ഇതാ കണ്ടില്ല, UP നിന്ന് വന്ന വണ്ടിയാണെന്നാണ് പറഞ്ഞത്, BJPൻ്റെ ഈ പ്രചാരണത്തിന് അങ്ങനെ വന്ന വണ്ടിയാണിത്. കുറേ വണ്ടി 15 വണ്ടിയേറ്റം കേരളത്തിലേക്ക് വന്നിക്കണമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അവിടെ ഇതെടുക്കണമല്ലോ, ഷീറ്റ് എടുത്ത് പൈസ ഒക്കെ അടച്ച് 260 രൂപയാണ് കേട്ടോ ഇവിടെ ഗൈനക്കിന് ഫീസ്. ഉമ്മനെ കാണിക്കാൻ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ ബേബിയും കയറിയിട്ടുണ്ട്. ഇനി പിന്നെ ഫസ്റ്റ് തന്നെ അതപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യം തന്നെ പ്രഷറും വെയിറ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ദാ ഈ ഒരു ഡോക്ടറാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ കുറേ സമയം അവിടെ വെയിറ്റിംഗ് കഴിഞ്ഞിട്ടോ കുറേ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ കാത്തുനിന്ന്, അല്ലെങ്കിൽ സാധാരണ ഞങ്ങളുടെ ടൈം ആകുമ്പോൾ വരലും കാണിക്കലും പോരലും ഒക്കെ ആണ്. പിന്നെ ആ കഫക്കെട്ടിൻ്റെ കാര്യം ഈ ചുമൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറൊരു പൾമനോളജിസ്റ്റ് അതിനേക്ക് ഷീട്ട് തന്ന്. പക്ഷേ ഞങ്ങൾ ചോറ് നാത്തതിനെ കൊണ്ടും പിന്നെ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അന്ന് തന്നെ പോന്നു. ഇതാ ഞങ്ങൾ വന്നപ്പോൾ അതാ പുഷ്പ മൈലാഞ്ചി പറിക്കുകയാണ് കേട്ടോ. പുഷ്പനെ അറിയില്ല, നമ്മളെ തൊട്ട വീടിൻ്റെ അടുത്ത് ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിനി. അവളിതാ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ ജോലിക്കൊക്കെ വരുന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ ചില സമയത്ത് ഇവിടുന്ന് മൈലാഞ്ചിയൊക്കെ പറിച്ചിട്ടാട്ടോ പോല്. എത്ര എന്നോട് ചോദിക്കേണ്ട പറിച്ചോ എന്ന് പറഞ്ഞാലും എന്നെ വിളിച്ച് ചോദിച്ചിട്ടേ പറിക്കുകയുള്ളൂ. ഞാൻ മൈലാഞ്ചി ചോദിക്കുന്നവരോടൊക്കെ പറയലാണ് ചോദിക്കേണ്ട, കാരണം മൈലാഞ്ചി അല്ലേ എന്ത് ചോദിക്കാനാണ്, നിങ്ങൾ പറിച്ചോളി. പക്ഷെ എന്നാലും എല്ലാവരും വിളിച്ച് ചോദിക്കും. പിന്നെ അത് പിറ്റേത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒന്നും പണിക്കാർക്ക് ഇന്നിപ്പോൾ കപ്പയും മത്തിയാണ് കേട്ടോ. നല്ല നല്ല മത്തിയാട്ടോ, നല്ല ടേസ്റ്റുള്ള മത്തിയേനി. എല്ലാവരും കൂട്ടിയിട്ട് പൂതിയിടില്ല എന്ന് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ മുളക് ഇട്ടാണ്. അപ്പോൾ ഞാനിത് കാശ്മീരിയും മുളക് പൊടിയും കൂടിയാണ് കേട്ടോ. 1 കിലോ നമ്മൾ എരിവുള്ള മുളകും 1/2 കിലോ കാശ്മീരിയും കൂടി പൊടിപ്പിച്ചാണ്. അതുകൊണ്ട് കളറും ഉണ്ടാവും, ഓവർ എരിവും ഉണ്ടാവില്ല. അപ്പോൾ മത്തി വെന്തതിന് ശേഷം അതാ ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിനയിലും കൂടി ഇട്ടിട്ട് വറവിട്ടെടുത്തതാണ്. കപ്പ പിന്നെ കാക്ക ഒരുപാടൊന്നും വാങ്ങൂല കേട്ടോ. അപ്പം ഞാൻ കുറേ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാക്കക്കും മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കപ്പ. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ല. ഇനിയിപ്പോൾ പണിക്കാർക്ക് വേഗം ചായ കൊടുക്കുകയാണ്. ഒരു 10:30 മണിയാകുമ്പോഴേക്കും ചായ കൊടുക്കും. ഒരു 8 മണിന് മുന്നേ തന്നെ വരും കേട്ടോ അവർ. നല്ല കഴിക്കാൻ പറ്റിയിട്ടുള്ള കപ്പയായിനി. പിന്നെ അതാ പിന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെലൊക്കെ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഒക്കെ കൗണ്ടർ ടോപ്പ് തന്നെ വെച്ചിരിക്കുകയാണ്. ഈ പണീൻ്റെ മേലത്തെ ടൈലിടുന്ന പണീൻ്റെ കൂട്ടത്തിൽ തന്നെ പുറത്ത് എൻ്റെ ഒരു വർക്കിംഗ് ഇതുണ്ടല്ലോ, ഈ കാറ്ററിങ്ങിൻ്റെ കിച്ചന്. അപ്പോൾ അവിടേക്കുള്ള മേശ ഉണ്ടല്ലോ, അതിന് ടൈലൊക്കെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ആ പണിയും കൂടി കഴിഞ്ഞിട്ടാണ് ഓല് പോയത്. 3 ദിവസത്തെ പണി ഉണ്ടായിനി. പിന്നെ ഇതാ ചായയും ഇതൊക്കെ ഓൾക്ക് വേഗം എടുത്ത് വെക്കുകയാണ്. ഇന്നും ഡോക്ടറെ അടുത്ത് കാണിക്കാനുണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അധികം ഭയങ്കര മടിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട്. എന്താണെന്നറിയില്ല, എന്തൊക്കെയോ ഇവരെല്ലാവരും ഉണ്ടാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കലും കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിക്കും എനിക്ക് ഈ വീഡിയോ എടുക്കുക. പക്ഷെ എന്താ അറിയില്ല, എന്തോ ഒരു മടി വന്നു ഈ ശരിക്കും ഇപ്പോൾ വ്ളോഗൊക്കെ എടുക്കാനായിട്ട്. പിന്നെ അതാ പടവലങ്ങാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ കൊണ്ടുവന്ന്. ഇവിടെ ഇക്കാകനോട് ഉപ്പേരി വെക്കാൻ പറഞ്ഞാൽ ഒന്നുകിൽ പടവലങ്ങ അല്ലെങ്കിൽ പച്ചക്കായ, ഇതാണ് കൊണ്ടുവരൽ. അല്ലെങ്കിൽ പിന്നെ ഇന്നതെന്ന് പറയണം. അങ്ങനെ ആകുമ്പോൾ അത് കൊണ്ടുവരും. അധിക സാധനങ്ങളും എന്താണോ ഞാൻ പറയുന്നത് അതാണ് കൊണ്ടുവരിക. അല്ലാതെ കാക്കൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകൽ കുറവാണ്. ഇനി പച്ചക്കറി ആയാലും മീനായാലും എന്താണെങ്കിലും മീൻ വേണം പച്ചക്കറി വേണമെന്ന് പറഞ്ഞാൽ രാത്രി വരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോഴൊക്കെ കൊണ്ടുവരും. അല്ലാതെ പറയാതെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയില്ല. പിന്നെ അതാ പരിപ്പും ഇതില്ലേ എന്താണ് കർമൂസയും കൂടിയാണ് കേട്ടോ കറി വെക്കുന്നത്. മത്തി മുളകിട്ടത് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ അത് ഉപ്പേരിയും വെക്കുക. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. ഒരു പറയുകയും ചെയ്തിട്ടോ. കടിയാണെങ്കിൽ ഫസ്റ്റ് ദിവസം ഞാൻ ദോശയും പിന്നെ പുട്ടും ചുട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ ഒരു പറഞ്ഞ 2 തരം ഒന്നും വേണ്ട, ഒറ്റ തരം മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് ഒറ്റ തരം തന്നെയാണ് ഇട്ടുണ്ടാക്കിയത്. പിന്നെ എന്താ പടവലങ്ങ ഉപ്പേരി വെക്കുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇത്തിരി കൂടിപ്പോയിട്ട് ഇട്ടത്. അപ്പോൾ മോളുണ്ട് കളിയാക്കണ ഒരുപാട് കടുക് ഇട്ടിട്ട് അങ്ങനെ എന്താ അത്ര തോന്നിട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അത് മുറിച്ച് വെച്ചിട്ടുള്ള ചെറുതാക്കി മുറിച്ച പടവലങ്ങ ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ലേശൊരു വേവുള്ളതാണ് പടവലങ്ങ അല്ല ചുരങ്ങാണത്. പടവലങ്ങ ചുരങ്ങ അങ്ങനെ എന്തോന്നാണ് അതിൻ്റെ പേര്. പിന്നെ അതാ തേങ്ങയും പച്ചമുളകും ഉപ്പും പിന്നെ ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ആ വെന്ത ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഉപ്പേരി ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. പിന്നെ അതാ കർമൂസയും പരിപ്പും വെന്ത് കുക്കറിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അധികം അടുപ്പത്ത് തന്നെയാണ് വെക്കൽ. ഗ്യാസ് ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, ഗ്യാസ് ഒന്ന് പൊട്ടിക്കാത്ത ഉണ്ട് കേട്ടോ. എന്നാലും ഒന്ന് കരുതുന്നത് നല്ലതാണല്ലോ വിചാരിച്ചിട്ട്. അതുപോലെ നല്ല വേനലല്ലേ, വേനലിൽ ഇഷ്ടം പോലെ വിറകുണ്ട്, നല്ലോണം കത്തുന്ന അടുപ്പുമാണ്. പിന്നെ പരിപ്പും കർമൂസയിലേക്കും പിന്നെ ഈ വറവിട്ടിട്ടോ കടുകും കറിവേപ്പിനയിലൊക്കെ വറവിട്ടതിന് ശേഷമാണ് പിന്നെ ഉച്ചയായി ചോറെടുത്ത് വെച്ചതാണ് കേട്ടോ. അവർക്ക് ചോറെടുത്ത് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അന്ന് തന്നെ കുടുംബശ്രീൻ്റെ മീറ്റിംഗ് ഉണ്ടായിനി. പിന്നെ അവിടെ ഒരു ചെറിയൊരു പായസത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ വരെ വീട്ടിൽ കൂടെ ഈ റെഡ് മാക്സി ഇട്ടാൽ വീട്ടിൽ കൂടെ ഇനി അപ്പോൾ ആ വീട്ടിൽ കൂടൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൂടാൻ കഴിയാത്തതിനെ കൊണ്ട് നോമ്പായിനല്ലോ. അപ്പോൾ ഒരു കുടുംബശ്രീൻ്റെ നമ്മളെ വീട്ടിൽ വെക്കുക പായസമൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ ഇത് റീനേച്ചിനെ പിരിച്ചു വിടലാണ്. പിരിച്ചു വിടാച്ചാൽ 3 വർഷം അവർ പ്രസിഡൻ്റ് ആയിനി. അപ്പോൾ അവർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവർക്കുള്ളൊരു ഗിഫ്റ്റാണ്. നല്ലൊരു അടിപൊളി കാസറോളാണ് കേട്ടോ, സ്റ്റീലിൻ്റെ. അവർക്കില്ലാത്തത് നോക്കിയിട്ട് വാങ്ങിയതാണ്. നല്ല സന്തോഷമായിട്ട് അവർക്ക് കിട്ടിയിട്ട്. ഇപ്പോൾ അടുത്ത പ്രസിഡൻറ്റ് ഞാനാണ് ഇപ്പോൾ.
ഞങ്ങൾ 9 കൊല്ലം സെക്രട്ടറി പ്രസിഡൻ്റും ഒക്കെ ആയിനി. ശിവാക്ക് കഴിഞ്ഞ് മടുത്തതിൻ്റെ ശേഷം ഒഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും നിൽക്കാൻ ആളില്ലാത്തതിനോണ്ട് ഞാൻ തന്നെ വീണ്ടും നിൽക്കുകയാണ്. കുടുംബശ്രീയിൽ പായസം കുടിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെതാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി തീർത്തിട്ട് പോയതാണ് കേട്ടോ. പിന്നെ അവിടെ അവരുടെ മക്കളും എല്ലാവരും ഉണ്ട്. ഇനി അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അല്ലേ കാസറോള്. നല്ല സാധാരണ റൗണ്ടിലല്ലേ ഉള്ളത്, ഇതങ്ങനല്ലേ ഒരു സ്ക്വയർ പോലത്തെ നല്ല കാസറോൾ കേട്ടോ. നല്ല നല്ല സെലക്ഷൻ ഇനി. പിന്നെ എന്താ ഞങ്ങൾ നേരെ ബസ് കയറിയിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് ഓൾക്ക് ഒരു ഡ്രസ്സും പറ്റുന്നില്ല കേട്ടോ. ഓളെ ഡ്രസ്സ് തന്നെ ഓൾക്ക് പറ്റുന്നില്ല. അപ്പം എൻ്റെത് ഞാൻ പറഞ്ഞു മോളെ അത് ഇടണ്ടാറുമ്പോൾ ലൈനിങ് ഒന്നും ഇല്ലാത്ത ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. ഞാൻ വെറുതെ ഓളെ വീഡിയോ എടുത്തതാട്ടോ. എന്താണ് ഉമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓള്. പിന്നെ അതാ ഞങ്ങൾ പൾമനോളജിസ്റ്റിനെ കാണിച്ച്, ഞാൻ പൾമനോളജിസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അതാ ശ്വാസകോശ രോഗത്തിൻ്റെ ഡോക്ടറാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ആ ഡോക്ടർ പേര് ഇങ്ങനത്തെ ഒരു ഇതാണ് ആ ഇതിൻ്റെ പേര് പൾമനോളജിസ്റ്റ് ആണെന്നൊക്കെ ഞാൻ ഇന്നാണ് അറിയുന്നത്. അതിനോടേക്ക് ഞാൻ കുറേ അത് പറഞ്ഞ് പഠിക്കേനി. അപ്പം മോള് ശരിക്കും ഓൾക്കതൊക്കെ അറിയാലോ, മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് ഓൾക്ക് അതിനെ പറ്റിയിട്ടൊക്കെ അറിയാം. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണമെങ്കിൽ ഞാൻ കുറേ ചിരിച്ചിരിക്കുന്നത്. എന്തിൻ്റെ ഡോക്ടറാണെന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ചെസ്റ്റിൻ്റെ ആണ് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ കാണിച്ച് അപ്പോൾ എന്തൊക്കെയോ ഒരു മരുന്ന് ഇൻഹേലറോ അങ്ങനത്തെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനേ വേറൊരു കാര്യം ഇപ്പോൾ പറയാം. എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഒരു ബഹുമാനം കിട്ടും എന്നുള്ളൊരു കാര്യം എനിക്ക് ഒന്നുകൂടി ഉറപ്പായിട്ടോ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. എന്നോട് പറഞ്ഞ് പുറത്ത് പോയിട്ട് നിങ്ങൾ ആ ഒരു ഇൻഹേലർ വാങ്ങിക്കൊണ്ടുവരും, ഞാൻ കാണിച്ചു തരാറിന്. അപ്പോൾ ഓള് പറഞ്ഞ് എനിക്ക് അറിയാമെന്നാണ്. അപ്പോൾ അങ്ങനെ അറിയാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഫാർമസിസ്റ്റാണ് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര ഒരു ബഹുമാനം. അപ്പോൾ ഞാനത് പറയാം, എന്തെങ്കിലും നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി നമ്മളോടൊരു ബഹുമാനമാണ് അല്ലേ. നല്ലൊരു ഡോക്ടർ കേട്ടോ, ഒരു ലേഡി ഇനി സഫ എന്നാണോ അങ്ങനെ എന്തോ ഒരു പേരാണ്. നല്ലൊരു ഡോക്ടർ, നല്ല സ്വഭാവം. അപ്പോൾ ഇന്ന് എന്താ പറയാഞ്ഞേ, ആദ്യമേ പറയാഞ്ഞേ, അത്രയും വിശദീകരിച്ച് ഞാൻ പറയേണ്ടില്ലേനല്ലോ ഒക്കെ പറഞ്ഞ് ഭയങ്കര ഒരു കാര്യം. അപ്പോൾ ഞാൻ വിചാരിക്കുക ജോലിയുള്ളവർക്ക് എപ്പോഴും എവിടെയും ബഹുമാനമാണ് അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഇക്രയിൽ സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇത് മാറിയതാണ്. മിംസിലും പിന്നെ അതേപോലെ മൈത്രയിലൊക്കെ ഇപ്പോഴും സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ട്. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ ബസ്സിന് പോകുന്നു, തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഓട്ടോ കയറിക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക ഇല്ല, അന്ന് മുഖ്യമന്ത്രി വരുന്നതിനെ കൊണ്ട് കുറേ ആൾക്കാരെ ട്രിപ്പായിട്ട് ഇക്കാക്ക ടൗണിലേക്ക് പോയി. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിക്കേണ്ടി വന്നതാണ് കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ MR കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടേനി. പിസ്സ ഉണ്ടാക്കണമെന്ന് കുറേ ആയി പറയുന്നത്. അതിന് വേണ്ടി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ അത് അവിടെ കയറി. പിന്നെ ഇവിടെ കൈമ റൈസിന് ലേശം വില കൂടുതലാണ് കേട്ടോ പുറത്തേക്കാളും. അപ്പോൾ ഞങ്ങൾ അറിയുന്ന ഒരു കുട്ടി ഉണ്ടാണ്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു മാനേജർ പോലത്തെ ഒരാളെ വിളിച്ച് ഞാൻ അവളോട് കാര്യം പറഞ്ഞു. പുറത്തൊക്കെ ഞാൻ ആഴ്ചക്ക് 2-3 പ്രാവശ്യം കാറ്ററിങ്ങിന് സാധനങ്ങൾ വാങ്ങലുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ വരലില്ല, വില കൂടുതലുള്ളത് നമുക്ക് പറയാമല്ലോ, ആവശ്യമില്ലാത്ത വില ഒരു കൂട്ടണ്ടല്ലോ. പുറത്ത് ഈ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമ്മളെന്താ വിചാരിക്കും കുറച്ച് ലാഭം കിട്ടും, നല്ല സാധനം കിട്ടും എന്നൊക്കെ അല്ലേ. പക്ഷേ പുറത്തത്തെ പൈസേനേക്കാളും വലിയ കൂടുതൽ എടുക്കും. 10 രൂപയാണ് കിലോന്മേൽ എടുക്കുന്നതെങ്കിലും അതങ്ങനെ പാടില്ലല്ലോ. എത്ര ആൾക്കാർ അങ്ങനെ വാങ്ങുന്നുണ്ടാവും. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ആഴ്ചക്ക് 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ഇവിടുന്ന് സാധനം വാങ്ങലുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങോട്ട് വരലില്ല എന്ന് തന്നെ ഞാൻ ആ മാനേജറോട്. അപ്പോൾ ആ കുട്ടി വിളിച്ചെന്ന് പറയണമല്ലോ നമ്മൾ. സൂപ്പർ മാർക്കറ്റിൽ നല്ല ലാഭമാണെന്നൊക്കെ വിചാരിച്ച് ആൾക്കാർ വരും. അവരെ ഒരു ഇതാണല്ലോ. അങ്ങനെ ഞാനിതാ ഈ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കുകയാണ് കേട്ടോ. ഇത് മോള് പറയേനി സാലറിയാണ് ഇതെന്ന്. എന്താ സാലറി എന്ന് എനിക്കറിയില്ല. ഇനി ഇത് ഫ്രൈഡ് റൈസിലൊക്കെ ഇടുന്നതാണ്. മോളറിയൊന്ന് മണത്ത് നോക്കിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് മണത്തതാ. പിന്നെ ഫ്രൈഡ് റൈസിൽ ഇടുന്നത് തന്നെയാണ് കേട്ടോ. ഇതിന് എന്താ പേര്, സ്പ്രിങ് ഒനിയൻ. മറന്നുപോയി. സ്പ്രിങ് ഒനിയനോ സാലറി ഒന്നും ഇട്ടില്ല കേട്ടോ. ഞാൻ ഒരു ഫ്രൈഡ് റൈസിൽ നല്ല അടിപൊളി ഫ്രൈഡ് റൈസിന് ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ ഈ സാധനങ്ങളൊന്നും ഇടില്ല കേട്ടോ. ഇനിയിപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ സ്പ്രിങ് ഒനിയൻ ഇടാതെ എന്ത്, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഇടാതെ എന്ത് ഫ്രൈഡ് റൈസാണ്. പക്ഷെ അതൊന്നും ആവശ്യമില്ല. സാധാരണ വെജിറ്റബിൾസ് ചിക്കനും കോഴിമുട്ടിയൊക്കെ തന്നെ മതി കേട്ടോ. പിന്നെ ഞാൻ 2 കളറ് പിന്നെ ക്യാപ്സിക്കം വേണം എന്ന് പറഞ്ഞിട്ട് ചുവപ്പും പിന്നെ മഞ്ഞയും ഒക്കെ നോക്കുകയാണ്. പക്ഷേ ഈ പച്ചനേക്കാളും ഭയങ്കര വില കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ എന്താക്കി ചുവപ്പിൻ്റെ കൂടെ പച്ച പഴുത്തതുണ്ട് ഒരു ചുവപ്പ് കളറ്. അപ്പോൾ ഞാൻ മോളോ പറയാം നമുക്ക് അങ്ങനെ ചുവപ്പും 2 കളറായല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ റേറ്റിന് തന്നെ വാങ്ങിയിട്ടോ. അങ്ങനെ ആ പിസ്സൻ്റെത് ഞാൻ ഒരു റീൽസ് ആക്കിയിട്ടിടാം കേട്ടോ. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയില്ല കേട്ടോ. വലിയ കാട്ടിൽ വാങ്ങിയതേനി, പക്ഷേ പിറ്റേന്നാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ ഈ എന്താ പറയുക, ഈ ചീസിന് ഭയങ്കര വില കേട്ടോ. ഞാനാണെങ്കിൽ വില നോക്കിയതുമില്ല, 170 റുപ്യ. ബാക്കിയുള്ളതിനൊന്നും അത്ര വലിയ റേറ്റ് ഇല്ല ഇനി. പിന്നെ അതായത് പിസ്സ സോസൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.